ഇന്നിപ്പോൾ ന്യൂൺബർഗ് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ വെക്കേഷനാണ്, ഒരു 15 ഡേയ്സ് ഉണ്ട്. അതുപോലെ തന്നെ മിക്ക ഓഫീസുകളും അടച്ചതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനി മൊത്തം ഒരു ഹോളിഡേ മോഡിലാണ്. ഇതിപ്പോൾ ന്യൂൺബർഗ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫേമസ് ആണ്. ഒരുപാട് സ്റ്റാളൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും, എല്ലാവരും ഇപ്പോൾ മാർക്കറ്റിലോട്ട് പോകുന്ന തിരക്കിലാണ്. ഇതിപ്പോൾ ഈ ന്യൂൺബർഗ് ടൗണിൽ തന്നെ മെയിൻ ഏരിയയിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ തന്നെ കുറേ മാർക്കറ്റ് ഉണ്ട്. ക്രിസ്റ്റ് കിൻഡസ് മാർക്കറ്റ്, കിൻഡസ് നാക്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ കുട്ടികളുടെ മാർക്കറ്റ് ഏരിയയിലാണ് ഇത്. പിന്നെ കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കുട്ടികളുടെ എൻജോയ്മെൻറ്റ് ഏരിയ. ഇവിടെ ആയിരിക്കും ഒട്ടുമിക്ക കിഡ്സ് റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുക. പിന്നെ വലിയ മാർക്കറ്റിലെത്തിയാൽ അവിടെ നമുക്ക് വലിയവർക്കുള്ള വൈൻസും ഗ്ലൂ വൈനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പച്ചമീനാണ് കേട്ടോ. ബർഗർ ടൈപ്പിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുള്ളത് പച്ചമീനാണ്. പച്ചമീൻ എന്ന് പറയുമ്പോൾ വെറും പച്ചയല്ല, അതിന് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ മീൻ ഒരുപാട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ കിട്ടുന്ന കുറച്ച് മെയിൻ ഐറ്റംസൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ കലാമാരി റിംഗ് ആണ്, അതിൽ കുറച്ച് സോസൊക്കെ ഒഴിച്ച് തന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. ഇത് സാധാരണ ഷുഗർ ക്യാൻഡി അല്ല, ലൈറ്റുള്ള ഷുഗർ ക്യാൻഡിയാണ്. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഷുഗർ ക്യാൻഡി ഒന്നും അല്ല കേട്ടോ. ഇത് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെയുള്ള മൊത്തം ഐറ്റം എടുത്താലും നമുക്ക് നല്ലൊരു മാർക്കറ്റിംഗ് ആയിട്ടാണ് മൊത്തമായി തോന്നുന്നത്. കാരണം കുട്ടികളെ ആണെങ്കിലും വലിയവരാണെങ്കിലും അട്രാക്റ്റ് ചെയ്യിക്കാനുള്ള ഒരു ടൈപ്പിൽ പ്രൊഡക്റ്റ് വെച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇവിടെ സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ഏരിയയിലില്ല. നമ്മുടെ ഇപ്പോൾ പാനിപൂരി എടുത്താലും മോമോസ് എടുത്താലും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും ഇഷ്ടം ബ്രാറ്റൂസ്റ്റ് തന്നെയാണ്. ഇവിടെയുള്ള ഇപ്പോൾ ഒട്ടുമിക്ക ഐറ്റംസ് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇവർക്ക് അധികം എന്താ പറയുക, ഇവർക്ക് ഇവരുടെ ഫുഡ് ഭയങ്കരമാണെങ്കിലും നമുക്കിതൊക്കെ കാണുന്നത് ഇത് തേങ്ങയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു ടൈപ്പാണ്. ഇവർ ചെറിയ ഒരു പ്രത്സലാണെങ്കിൽ കൂടി അവർ ഭയങ്കര രീതിയാണ് ഇതിനൊക്കെ വർണ്ണിക്കുക. ഇതൊക്കെ നാട്ടിൻപുറത്ത് നമ്മൾ കുരട്ട ചുട്ട് തിന്നില്ലേ, അതുപോലത്തെ ഒരു ഐറ്റാണ് കേട്ടോ. ചെസ്റ്റ്നട്ട് ഇങ്ങനെ വറുത്ത് തരും നമുക്ക്. ഇനിയിപ്പോൾ ഇതാണെങ്കിലോ, ഉള്ള ഫ്രൂട്ട്സിലൊക്കെ ഇവർ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് തരും. വേറെ ഒന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് ഇപ്പോൾ ബനാന, ആപ്പിൾ, സ്ട്രോബെറി ഇതിലൊക്കെ ചോക്ലേറ്റിൽ, വൈറ്റ് ചോക്ലേറ്റിലും ഡാർക്ക് ചോക്ലേറ്റിലും നോർമൽ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്യുന്ന രീതി. ഈ സാധനമാണ് ചുറോസ്. ചുറോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കളി ഉണ്ടല്ലോ, ചക്കളിയുടെ ഒരു സോഫ്റ്റ് വേർഷനാണ്. അതിന് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റിലാണെങ്കിലോ പിന്നെ സിന്നമൺ പൗഡറിലോ അല്ല ഷുഗറിലോ മറ്റോ ഡിപ്പ് ചെയ്ത് തരുന്ന ഒരു രീതി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഇങ്ങനെ എല്ലാ സാധനത്തിനും ഇങ്ങനെ ലൈറ്റായി പറയുന്ന ഒന്നും അല്ലാത്ത പോലെയെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണെന്ന് മാത്രമാണ്. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ.